നമസ്കാരം. വിദ്യയുടെ ദേവിയായ സരസ്വതി ദേവിയെ ഏറ്റവും കൂടുതൽ ഉപാസിക്കേണ്ട ഒരു സമയമാണിത്. കാരണം നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മുഴുവൻ പരീക്ഷയുടെ ചൂടിലാണ്. പബ്ലിക് എക്സാം നടക്കുന്നു, അല്ലാതെ ഉള്ള എക്സാമിനേഷനൊക്കെ നടക്കുന്നു. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു സമ്മർദ്ദം ഉണ്ടാവും, പരീക്ഷയുടെ സമ്മർദ്ദം. പണ്ടത്തെ തലമുറകൾ പോലല്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ഒരു സംഭവം. അപ്പോൾ അവർ തളരാതിരിക്കാൻ, അവർക്കൊരു നെഗറ്റീവ് ചിന്ത ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ നല്ല ധൈര്യം ഉണ്ടാവാൻ ഒരു മന്ത്രം നമ്മുടെ മഹർഷിമാർ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. സരസ്വതിയുടെ മൂലമന്ത്രമാണ് അത്. ഇതാണ്: ഓം ശ്രീം ഹ്രീം സരസ്വതി നമ. അതാണ് മന്ത്രം. ഓം ശ്രീം ഹ്രീം സരസ്വതി നമ. ഓം ശ്രീം ഹ്രീം സരസ്വതി നമ. അതാണ് മന്ത്രത്തിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ സരസ്വതി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഓം ശ്രീം ഹ്രീം സരസ്വതി നമ എന്ന് പറയുന്നത് നിരന്തരം ജപിക്കണം. ഇത് നമ്മൾ കുട്ടികളോട് ജപിക്കാൻ പറയണം. മനസ്സിൽ ജപിച്ചാൽ മതി. ആദ്യം ഇങ്ങനെ കുറച്ച് ശബ്ദത്തിൽ ജപിക്കാം. പിന്നീട് അത് ശാന്തമായി പതുക്കെ ഉപാംശു എന്ന് പറയും, അടുത്തിരിക്കുന്നവർക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ അങ്ങനെ ജപിച്ചു. പിന്നെ മനസ്സിലാണ് ജപിക്കേണ്ടത്. അങ്ങനെ മനസ്സിൽ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സരസ്വതി ദേവി, നമ്മുടെ ഹാർഡ് ഡിസ്കിലുണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാം, ആ സരസ്വതി ദേവി ഉണർന്നിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് തരും, ശ്രദ്ധ തരും പഠിത്തത്തിൽ. പിന്നെ അതുപോലെ തന്നെ അതിവേഗത്തിൽ എഴുതാൻ നമ്മളെ സഹായിക്കും. ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പം തന്നെ നമ്മുടെ മനസ്സിന് വരും. അതുമല്ല, സമയത്തിനുള്ളിൽ എല്ലാം തീർത്ത് പരീക്ഷയിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നമ്മളെ സഹായിക്കും, നമ്മുടെ കുട്ടികളെ സഹായിക്കും. അപ്പോൾ അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുക, കുട്ടികളിത് പഠിക്കുക. പിന്നീട് ഒരു 4 വരെയുള്ളൊരു മലയാള ശ്ലോകം കൂടെ ഓർക്കുക. എന്താണ് ഈ ശ്ലോകം? പാരമ്പര്യമായിട്ട് മലയാളത്തിൽ അമ്മമാർ പാടി തന്നിട്ടുള്ളതാണ്. സരസ്വതീ നിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിട്ടഥ കുമ്പിടുന്നേ, പഠിച്ചതൊന്നും പിഴയാതിരിപ്പാൻ വരപ്രസാദം തരികന്റെ തായേ. സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിട്ടഥ കുമ്പിടുന്നേ, പഠിച്ചതൊന്നും പിഴയാതിരിപ്പാൻ വരപ്രസാദം തരികന്റെ തായേ. അല്ലയോ സരസ്വതി, അല്ലയോ ജ്ഞാനസ്വരൂപിണി, അല്ലയോ വിജ്ഞാനത്തിൻ്റെ ദേവതയെ, നിന്റെ പാദങ്ങളിൽ എൻ്റെ ശിരസ് വെച്ചിട്ട് ഞാനിതാ കുമ്പിടുന്നു. എന്താണ് എൻ്റെ ആവശ്യം? പഠിച്ചതൊന്നും പിഴച്ചു പോകരുത്. എല്ലാം കൃത്യമായിട്ട് എനിക്ക് പരീക്ഷയ്ക്ക് ഓർമ്മ വരണം. അതൊക്കെ എനിക്ക് നന്നായിട്ട് എഴുതണം. എനിക്ക് വളരെ നല്ല മാർക്ക് കിട്ടുകയും വേണം. ഇങ്ങനെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഉപാസിക്കുകയാണെങ്കിൽ തീർച്ചയാണ് നിങ്ങൾക്ക് പരീക്ഷയിൽ വളരെ വളരെ നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാകാൻ കഴിയും. മാത്രമല്ല, നിങ്ങളുടെ കുട്ടികളെ നിങ്ങളിത് പഠിപ്പിച്ചെടുത്താൽ, എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുകയാണല്ലോ, അതിനോടൊപ്പം അവരെ പഠിപ്പിച്ചിട്ട് അവരെ കൊണ്ടത് പ്രാക്ടീസ് ചെയ്യണം. രാവിലെ എണീറ്റാൽ ഉടൻ ഓം ശ്രീം ഹ്രീം സരസ്വതി നമ പറയണം. എത്ര തവണ പറയണമെന്നൊന്നുമില്ല, നിരന്തരമായി നമ്മൾ പറഞ്ഞാണ് ഇത് മനസ്സിനകത്ത് കയറുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് പോകണം. അതൊരു നമ്മുടെ പാസ്വേഡ് പോലെയാണ്. ആ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറ തുറക്കാൻ പറ്റും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സരസ്വതി എന്ന് പറയുന്ന ആ ദേവിയുടെ ശക്തി നമുക്ക് കിട്ടും. ആ ഒരു പാസ്വേഡാണിത്. ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓം ശ്രീം ഹ്രീം സരസ്വതി നമ. ഓം ശ്രീം ഹ്രീം സരസ്വതി നമ. ഓം ശ്രീം ഹ്രീം സരസ്വതി നമ. അങ്ങനെ ജപിക്കണം. എപ്പോഴൊക്കെ ജപിക്കാൻ പറ്റുമോ അതുപോലെ. രാവിലെ എണീക്കുമ്പോൾ ജപിക്കാം, പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ ജപിക്കാം, സ്കൂളിലേക്ക് പോകുമ്പോൾ ജപിക്കാം, അമ്മമാരുടെ കാല് തൊട്ട് തൊഴുതിട്ട് പോകുമ്പോൾ ജപിക്കാം, പേന എടുക്കുമ്പോൾ ജപിക്കാം, പരീക്ഷ തുടങ്ങുമ്പോൾ ജപിക്കാം, അവസാനം ഫിനിഷ് കൊടുക്കുമ്പോൾ അപ്പോഴും ജപിക്കാം. അപ്പോഴും മനസ്സുകൊണ്ട് ശിരസ് ദേവിയുടെ പാദങ്ങളിൽ വെച്ചിട്ട് സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വെച്ചിട്ടഥ കുമ്പിടുന്നേൻ, പഠിച്ചതൊന്നും പിഴയാതിരിപ്പാൻ വരപ്രസാദം തരികന്റെ തായേ. ദേവി, നീ എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ നൽകിയാലും എന്ന് ഭക്തിയോടെ, വിശ്വാസത്തോടെ, ശ്രദ്ധയോടെ, ശുദ്ധിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും.
നിങ്ങളുടെ കുട്ടികളോട് പറയുക, പഠിപ്പിച്ചെടുക്കുക, അവരത് ചെയ്യട്ടെ. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു മന്ത്രസിദ്ധി വന്നു തുടങ്ങും. അപ്പോൾ തീർച്ചയാണ് അവരുടെ എല്ലാ ഘട്ടങ്ങളിലും, പഠിത്തത്തിൻ്റെയും പ്രവൃത്തിയുടെയും എല്ലാ ഘട്ടങ്ങളിലും, അത് കല, സാഹിത്യം, എന്തായാലും ശരി, അതിലൊക്കെ കടന്നു പോകുന്നതിന് ഈ മന്ത്രം സഹായിക്കും. ഓം ശ്രീം ഹ്രീം സരസ്വതി നമഃ.